राधा कुंज बिहारी जय गोपी जन वल्लभ गिरिवरधारी जय गोपी जन वल्लभ गिरिवरधारी यशोदा नंदन व्रज जन रंजना यशोदनंदन व्रज जन रंजना यमुना तीरा पवन चारी यमुना तीरा पवन चारी माधव कुंज बिहारी हरे कृष्ण 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 हरे हरे राम 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 हरे हरे कृष्ण 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 हरे हरे राम 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 हरे हरे कृष्ण कृष्ण हरे हरे राम राम हरे हरे जय राधा माधव राधे जय जगन्नाथ बलदेवा जय सुभद्रमय जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय गौरनिताय गौरनिताय जय गौरनिताय जय जय प्रभुपाद जय जय प्रभुपाद जय जय गुरुदेव निताय गौरा हरि बोल हरि बोल गौरा हरि बोल जय श्री राधा माधव की जय। ഹരേ കൃഷ്ണ. ഇന്ന് അതുപോലെയുള്ള നിത്യം ഭാഗവത സേവയുടെ ഇന്നേ ദിവസം വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. എല്ലാവർക്കും അറിയാം, അക്ഷയ തൃതീയാണ്. അക്ഷയ തൃതീയ ദിനത്തിൽ നമുക്ക് ഭഗവാനെ സ്തുതിക്കാനും അല്ലെങ്കിൽ ആ ഒരു സ്മരണ ഉണ്ടാക്കാനും സാധിക്കുന്നത് ഒരുപാട് വിശേഷപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇന്നേ ദിവസം ഒരുപാട് സേവനങ്ങൾ ചെയ്യണം, ഒരുപാട് ദാനം ചെയ്യണം, തപസ് ചെയ്യണം എന്നൊക്കെ ശാസ്ത്രത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ നമ്മളെ കൊണ്ടാവുന്ന ഏറ്റവും വലിയ തപസ് ഇല്ലെങ്കിൽ ദാനം എന്നൊക്കെ പറയുന്നത് തന്നെ ഹരിനാമമാണ്. അപ്പൊ അത് എത്രത്തോളം നമുക്ക് കൊടുക്കാൻ പറ്റുമോ അത്രയും ശ്രേയസ്സാണ്. ഏതൊക്കെ രീതിയിൽ കൊടുക്കാവോ അത്രയും നല്ലതാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഭാഗവതത്തിന്റെ പ്രഥമാധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകത്തിലെ 60 പേജ് നമ്പർ 64 അതിലെ 2-ാമത്തെ പാരാഗ്രാഫ് മുതലാണ് വായിക്കാൻ. നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യാം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദരേ നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാം ഭഗവതീരുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ മൂകം കരോതി വാചാലം പങ്കം ലംഘേതേ ഗിരിം യത്കൃപാതം വന്ദേ
ശ്രീഗുരുന്ദീരധാരിണം ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം. അദ്ദേഹത്തിന്റെ പേര് ഋഷിമാരുടെ അന്വേഷണങ്ങൾ, പ്രഥമ സ്കന്ധം, പ്രഥമാധ്യായം, പ്രഥമ ശ്ലോകത്തിലെ 64-ാമത്തെ പേജ് മലയാളത്തിൽ. അതിലെ 2-ാമത്തെ പാരയാണ് വായിക്കാൻ പോകുന്നത്. നമുക്ക് അനുഭവവേദ്യമായ വിശ്വപ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ട ഭഗവാന്റെ ഭാഗ്യശക്തിയിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ ഭഗവത് ആന്തരിക ശക്തിയുടെ സൃഷ്ടിസ്വരൂപ ആഖ്യാനങ്ങളാണ് ശ്രീമദ് ഭാഗവതം. ശ്രീല വ്യാസദേവൻ ഇരു ശക്തികളും തമ്മിലുള്ള ഭേദം ഈ ശ്ലോകത്തിൽ സ്പഷ്ടമായി വിശദീകരിക്കുന്നു. ഭഗവാന്റെ പ്രത്യക്ഷ ആന്തരിക ശക്തി യാഥാർത്ഥമാണെന്നും അതേസമയം ഭൗതിക അസ്തിത്വ രൂപേണയുള്ള ഭഗവത് ഭാഗ്യശക്തി മരുഭൂമിയിലെ മരുപ്പച്ചയെ പോലെ അവാസ്തവികവും മിഥ്യമാണെന്ന് ശ്രീല വ്യാസദേവൻ വ്യക്തമാക്കുന്നു. മരുഭൂമിയിലെ മരുപ്പച്ചയിൽ ജലമുണ്ടെന്ന പ്രതീതി വാസ്തവത്തിൽ തോന്നൽ മാത്രമാണ്. യഥാർത്ഥ ജലം മറ്റെവിടെയോ ആണ്. അതുപോലെ പ്രത്യക്ഷ വിശ്വ സൃഷ്ടി യഥാർത്ഥമായ അനുഭവവേദ്യമാകുന്നു എങ്കിലും വാസ്തവത്തിൽ ആത്മീയ ലോകത്തിന്റെ ഒരു പ്രതിഫലനം അഥവാ ഛായ മാത്രമാണത്. നിരുപേക്ഷ സത്യം കുടികൊള്ളുന്നത് ആത്മീയ ലോകത്താണ്, അല്ലാതെ ഭൗതിക ലോകത്തിലല്ല. ഭൗതിക ലോകത്ത് സർവ്വതും ആപേക്ഷികമായ സത്യമാകുന്നു, അതായത് പരസ്പരം ആശ്രയിച്ച് നിലനിൽക്കുന്നു. ഒരു സത്യം മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയാം. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണ സങ്കരങ്ങളുടെ പരിണിത ഫലമാണ് ഈ വിശ്വസൃഷ്ടി. മാത്രവുമല്ല, ബ്രഹ്മാവ്, ഇന്ദ്രൻ, ചന്ദ്രൻ തുടങ്ങിയ ഉന്നത ദേവന്മാർ ഉൾപ്പെടെ അസഖ്യം ജീവിവർഗങ്ങളിൽ ജന്മമെടുത്ത പതിതാത്മാക്കളുടെ സംഭ്രാന്ത മനസ്സുകളെ യാഥാർത്ഥ്യമാണെന്ന വിദ്യയിൽ നിലനിർത്തത്തക്ക വിധമാണ് ഈ അസ്ഥിരമായ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്. സ്പഷ്ടപ്രപഞ്ചത്തിൽ യാഥാർത്ഥ്യമായി യാതൊന്നും ഇല്ലെന്നുള്ളതാണ് വാസ്തവം. പരമദിവ്യത പുരുഷൻ പരിച്ഛേദങ്ങളോട് കൂടി ശാശ്വതനായി വിരാജിക്കയാൽ ആത്മീയധാമത്തിൽ ആ കൃത്രിമ യാഥാർത്ഥ്യം സ്ഥിതി ചെയ്യുകയാൽ ഭൗതിക ലോകം വാസ്തവികമായി അനുഭവപ്പെടുന്നു. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലനമേന ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോവിഷ്ണം സ്ഥാപിതമേന ഭൂതലേ സ്വയം രൂപതാമഹ്യം ദദാതി സുപദാന്തികം വന്ദേഹം ശ്രീഗുരുൻ ശ്രീഗുരുൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗജാതം സകലദ്വൈതം സാവധൂതം പരിജനദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സകലലളിതാ ശ്രീ വിശാഖാനികാംശ ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേ രാധാകാന്ത നമോസ്തേ ദത്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വിശ്വവാനസുദേവരണമാമി ഹരിപ്രിയേ വംശകൽപദ്രൂപീശ്വര കൃപാസിന്ധുഭ്യോ ജപതിദാനാമാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ആനന്ദലീലാമയ വിഗ്രഹായ ഹേമാവതി വ്യാജലി സുന്ദരായ തസ്മൈ മഹാപ്രേമ രസപ്രദായ ശ്രീ ചൈതന്യചന്ദ്രായ നമോ നമസ്തേ. ചൈതന്യചന്ദ്രായ നമോ നമസ്തേ. ചൈതന്യചന്ദ്രായ നമോ നമസ്തേ. ഹരേ കൃഷ്ണ. നമ്മൾ അതേ ചർച്ച തന്നെയാണ് തുടരുന്നത്. ഋഷിമാരുടെ അന്വേഷണങ്ങളുടെ ഭഗവാന്റെ ദിവ്യത്വം അല്ലെങ്കിൽ ഭഗവാന്റെ മഹാത്മ്യത്തിന്റെ, ഭഗവാന്റെ വിശ്വ സൃഷ്ടിയുടെ വ്യത്യസ്തമായ തലങ്ങളെ കുറിച്ചാണ് ഈ ശ്ലോകത്തില് ഇതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഈ പർപ്പോഡില് അല്ലെങ്കിൽ ഈ ഒരു ഭാവാർത്ഥത്തിൽ പറഞ്ഞ നമുക്ക് അനുഭവവേദ്യമായ വിശ്വപ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ട ഭഗവാന്റെ ഭാഗ്യശക്തിയിൽ തികച്ചും വ്യത്യസ്തങ്ങളായ ഭഗവത് ആന്തരിക ശക്തിയുടെ സൃഷ്ടി സ്വരൂപങ്ങളായ ആഖ്യാനങ്ങളെയാണ് ശ്രീമദ് ഭാഗവതം. ആഖ്യാനങ്ങളാണ് ശ്രീമദ് ഭാഗവതം. അതായത് നമ്മളുടെ എന്ത് പറയാ, ഈ ഭൗതിക ലോകം ഭഗവാന് 2 തരത്തിൽ ശക്തികളുണ്ട്, 2 അസഖ്യമായ ശക്തികളുണ്ട്. അതിലെ കുറച്ചുകൂടി എടുത്തു പറയുകയാണെങ്കിൽ എന്ത് പറയാം, ആന്തരിക ശക്തി, ബാഹ്യ ശക്തി അല്ലെ ബഹിരംഗ ശക്തി എന്ന് പറയുന്ന പോലെ 2 തരത്തിലുണ്ട്. അതായത് ആന്തരിക ശക്തി എന്ന് പറയുന്നത് ഭഗവാന്റെ ഇന്റേണൽ പൊട്ടൻസി ആൻഡ് ബഹിരംഗ ശക്തി എന്ന് പറയുന്നത് മാർജിനൽ പൊട്ടൻസി ഓർ എക്സ്റ്റേണൽ പൊട്ടൻസി എന്ന് പറയാം. ഇത് രണ്ടുമാണ് ഭഗവാന് മെയിൻ ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇതിനെയും തരംതിരിച്ച് ഇനിയും ഒരുപാട് ഡിഫറെന്റ് ശക്തികൾ ഭഗവാൻ ഉണ്ട്, അൺലിമിറ്റഡ് ആയിട്ട്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കുറച്ചുകൂടി എടുത്തു പറയുന്ന ഭാഗികമായ ശക്തി, ഈ ലോകത്ത് നമ്മൾ കാണപ്പെടുന്ന ഈ പറഞ്ഞ പ്രപഞ്ച സത്യം എന്ന് പറയുന്ന ഈ സത്യം യഥാർത്ഥത്തിൽ വാസ്തവമല്ല എന്നുള്ളതാണ് യഥാർത്ഥം. കാരണം ഇത് അവിടുത്തെ പ്രതിഫലനം എന്ന് പറയുന്നത്, ആത്മീയ ലോകത്തിന്റെ പ്രതിഫലനമാണ് ഈ ഭൗതിക ലോകം. അതിന്റെ ഒരു ഗ്ലിംസ് മാത്രമേ ആവുന്നുള്ളൂ. അതിന്റെ യഥാർത്ഥമായ ഫേസ് അല്ലെങ്കിൽ യഥാർത്ഥമായ വേര് ഇതിനകത്താണ് ഉള്ളത്. ആന്തരികമായ
ഭൗതിക ലോകത്തിലല്ല, ആന്തരികമായിട്ട് അത് ഭഗവാന്റെ സൃഷ്ടിക്കകത്ത് ഈ പറഞ്ഞ ആത്മീയ ലോകത്തിലാണെന്നാണ് ഈ ഗ്രന്ഥത്തിൽ പറയുന്നത്. അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതാണ് ശ്രീമദ് ഭാഗവത്. അതായത് ഈ ഭാഗവത ഗ്രന്ഥത്തിനുള്ള ഒരു സവിശേഷത, ഇറ്റ് ഈസ് ഡിസ്കസിങ് ദ ട്രാൻസെൻഡന്റൽ ക്വാളിറ്റീസ് ഓഫ് കൃഷ്ണ ആൻഡ് ഹിസ് ഡിവോട്ടി. അതാണ് ഈ ഭാഗവതത്തിന് ബാക്കിയുള്ള ഗ്രന്ഥങ്ങളിൽ ഏറ്റവും വലിയ സവിശേഷത. കാരണം ഇതിൽ പ്യുവർലി ചർച്ച ചെയ്യപ്പെടുന്നത് ഭഗവാനും ഭഗവാന്റെ ഭക്തന്മാരും തമ്മിലുള്ള ആന്തരികമായ എന്താ പറയാ സമ്മിശ്രമായ ആ ഒരു അനുഭവങ്ങളെ കുറിച്ച് മാത്രമാണ്. അതുകൊണ്ടാണ് ഇതിന് ഏറ്റവും വലിയ മാഹാത്മ്യം മാധുര്യവും വരുന്നത്. അതായത് ഭാഗവതം പറയുന്ന എത്ര വലിയ നിരാകാര ബ്രഹ്മവാദികളായ അവരെ പോലും ഇതിൽ ആകർഷിക്കുന്ന വിധം മധുരമാണ് ശ്രീമദ് ഭാഗവതം. അത്രത്തോളം പ്യൂറസ്റ്റ് ആണ്. കാരണം അത് പ്യുവർലി ഡിസ്കസ് ചെയ്യുന്നത് ഭഗവാന്റെ ലീലകളെ കുറിച്ച് മാത്രമാണ്. ഭഗവാന്റെയും ഭക്തന്മാരുടെയും ലീലകളെ കുറിച്ച് മാത്രമാണ് അതിനകത്ത് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും മാധുര്യം. ഇത്ര വർഷത്തോളമായിട്ടും ഒരാൾക്ക് പോലും അതിലൊരു മടുപ്പും ഇല്ലെങ്കിൽ ഒരാൾക്ക് പോലും അതിനകത്തൊരു മതി എന്നൊരു വാക്ക് വരാത്തതിന് കാരണം എത്ര പഠിച്ചാലും ആനന്ദം വന്നുകൊണ്ടേയിരിക്കുന്നു. മുതിർന്ന ഭക്തന്മാരോട് നമ്മൾ ചോദിച്ചാൽ നമുക്ക് നോക്കാം, അറിയാൻ പറ്റും. അവര് കഴിഞ്ഞ ഒരു 10, 25, 30 കൊല്ലമായിട്ട് ഇതേ ശ്രീമദ് ഭാഗവതം തന്നെയാണ് ഡെയിലി പാരായണം ചെയ്യുന്നത്. അപ്പൊ അവരുടെ അടുത്ത് ചോദിച്ചാൽ മനസ്സിലാക്കാം, ഭാഗവതത്തിൽ അവർക്ക് ഇപ്പോഴും അവരൊന്നും എത്തിയിട്ടില്ല എന്നാ പറയുന്നത്. ഇപ്പോഴും അവർക്ക് ഇനിയും ഭാഗവതത്തെ ഞാൻ പഠിച്ചു തൃപ്തിയായി എന്ന് പറയുന്ന ഒരു സ്റ്റേജ് വന്നിട്ടില്ല. കാരണം ഈ ഭഗവാന്റെ അന്തരമായ ഈ പറഞ്ഞ ആനന്ദത്തിന് എൻഡില്ല. നേരത്തെ പറഞ്ഞ ആനന്ദം പരമാനന്ദം എന്ന് പറഞ്ഞ പോലെ ഇത് പരമാനന്ദമാണ്. ഇതിനൊരു അവസാനമേ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. അത് എത്രത്തോളം നീർന്നുകൊണ്ടിരിക്കാമോ അത്രത്തോളം നമുക്ക് അത് ചെയ്തുകൊണ്ടേയിരിക്കാം. എപ്പോഴാണോ നമ്മൾ ഭഗവാന്റെ തൃപ്പാദത്തിൽ എത്തുന്ന അത്ര സമയം വരെയും ഇല്ലെങ്കിൽ അതിനുശേഷവും ഇത് നമുക്ക് നുകരാനുള്ള ഒരു ഭാഗ്യം ഉണ്ട്. അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ഓർമ്മപ്പെടുത്തുന്നത്. അത്രയും വലിയ അതീന്ദ്രിയമായ ട്രാൻസെൻഡന്റൽ നോളജ് ഇല്ലെങ്കിൽ ആധ്യാത്മിക ലോകങ്ങളുടെ അറിവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് പുസ്തകങ്ങൾ ലഭ്യമാണ്. ഈ ഭൗതിക ലോകത്തിന്റെ സവിശേഷതകളും ഈ പറഞ്ഞ പോലെ 8 അത്ഭുതങ്ങളും ലോകത്തിലെ പല പല കാര്യങ്ങളെ കുറിച്ചെല്ലാം അറിയാം. പക്ഷെ ഇതെല്ലാം ഒരു ക്ഷണനേരം കൊണ്ട് നിഷ്പ്രമമാക്കി പോകാൻ സാധിക്കും ഭൗതിക പ്രകൃതി. അത്രയും ശക്തിമത്തതാണ് ഭൗതിക പ്രകൃതി. ഒരു സുനാമി ഇല്ലെങ്കിൽ ഒരു എർത്ത് കേക്ക് കൊണ്ട് തീരാവുന്നതേ ഉള്ളൂ നമ്മൾ ഇവിടെ കാണുന്ന ഈ പറഞ്ഞ സൃഷ്ടികളെ എല്ലാം. കാരണം ഇത് വെറും വ്യഥായാണ്, മായയാണ്, ഇത് വെറും ഒരു പൊള്ളയാണ്, ഉണ്ടെന്ന് തോന്നുന്നതാണ്. ഇത് പെർമനന്റ് അല്ല എന്നുള്ളതാണ് യഥാർത്ഥമായ സത്യം. നമുക്ക് നോക്കാം, വീണ്ടും നോക്കാം. ശ്രീല വ്യാസദേവൻ ഇരു ശക്തികളും തമ്മിലുള്ള ഭേദം ഈ ശ്ലോകത്തിൽ സ്പഷ്ടമായി വിശദീകരിക്കുന്നു. ഭഗവാന്റെ പ്രത്യക്ഷ ആന്തരിക ശക്തി യഥാർത്ഥമാണെന്നും അതേസമയം ഭൗതിക അസ്തിത്വ രൂപേണയുള്ള ഭഗവത് ഭാഗ്യ ശക്തി മരുഭൂമിയിലെ മരുപ്പച്ചയെ പോലെ അവാസ്തികവും മിഥ്യമാണ് ശ്രീല വ്യാസദേവൻ. അതായത് നമ്മളെ ഈ മരുഭൂമിയിൽ കുറെ ദൂരം നടന്നു പോകുന്നവർക്കറിയാം, അവിടെ ആ വെയിൽ കൊണ്ട് അതിന്റെ ഗ്ലെയർ കൊണ്ട് കുറയ്ക്കുന്ന ഷൈനിങ് കൊടുക്കും. അത് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവിടെ ഇത്തിരി വെള്ളമുണ്ട് എന്ന് വെച്ച് വീണ്ടും നമ്മളെ ഒന്നുകൂടി ഊർജ്ജലസ്ഥരാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കും. പക്ഷെ അവിടെ പോകുമ്പോഴാണ് അറിയുന്നത് അത് വെള്ളമല്ല, വെറും ഒരു തോന്നൽ മാത്രമായിരിക്കും എന്ന് പറയുന്ന പോലെയാണ് ഈ ഭൗതിക ലോകം. ഭൗതിക ലോകത്ത് നമ്മൾ കാണുന്ന എല്ലാം സത്യമാണ്, ഇത് നമുക്ക് ആസ്വദിക്കാനുള്ളതാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിചാരിക്കുന്നത്. വെറും തെറ്റിദ്ധാരണയാണ്. ഇതിന്റെ അകത്ത് പോയാൽ മാത്രമേ നമുക്ക് അതിന്റെ യഥാർത്ഥമായ എന്താ പറയാ അപൂർണതയെ തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. കാരണം ഭൗതിക ലോകത്തിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഇന്ന് കാണുന്ന പല ആൾക്കാരെയും നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ അറിയാം, അവർക്ക് എല്ലാ സൗകര്യങ്ങളും എല്ലാ തിങ്സും ഉണ്ടാവും. പക്ഷെ എങ്കിലും അവരുടെ ഉള്ളിൽ അവർ സാറ്റിസ്ഫൈഡ് ആണ്. ഓരോരുത്തരുടെയും ഓർഫനേജും ഈ പറഞ്ഞ ഓൾഡ് ഏജും അവിടെ ഇവിടെ എല്ലാം നമ്മൾ ചോദിക്കുമ്പോൾ മനസ്സിലാക്കും ഒരാൾ പോലും സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയും. എല്ലാം പുറമെ പറയുന്നത് എനിക്ക് ഭക്ഷണം ഉണ്ട്, എനിക്ക് എല്ലാം ഉണ്ട്, സേഫ് ആണെന്നൊക്കെ പറഞ്ഞാൽ അവരുടെ മനസ്സ് ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവും. കാരണം അവരുടെ യഥാർത്ഥമായ അവസ്ഥയെ തിരിച്ചറിയാത്ത കാലത്തോളം അവർക്ക് തൃപ്തി സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഉണ്ടാവുന്നില്ല. നമ്മൾ ഈ ലോകത്തിലെ അല്ല, നമ്മളുടെ യഥാർത്ഥമായ ജീവിതം ഇവിടെയല്ല, നമ്മളുടെ യഥാർത്ഥമായ ബന്ധം ഭഗവാനുമായിട്ടാണെന്ന് എപ്പോഴും നമ്മൾ മനസ്സിലാക്കി അതിലേക്കായിട്ട് നമ്മളുടെ ജീവിതത്തെ മാറ്റിവെക്കുന്നു. അപ്പം അതിനെ റിയൽ സാറ്റിസ്ഫാക്ഷൻ. കാരണം അതിനൊക്കെ നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് ഭക്തന്മാരുണ്ട്, വളരെ ദരിദ്രരും വളരെ 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 ഭൗതികമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് താഴെയുള്ളവരെല്ലാം ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അവരുടെ അടുത്ത് നിന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കൊടുക്കേണ്ടതായിട്ടില്ല പുറമേ നിന്ന്.
അത്രത്തോളം അവരെ സാറ്റിസ്ഫൈഡ്. ലൈക്ക് കുചേലൻ, സുദാമാവ്, അദ്ദേഹത്തിനെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ മെറ്റീരിയലി നോക്കുമ്പോൾ എത്രയോ പ്രാവശ്യം നമ്മൾ ഈ സ്റ്റോറീസ് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും അതിന്റെ പ്രസക്തി വളരെ വലുത്. ഇത്രയും ദാരിദ്ര്യം അനുഭവിച്ചിട്ടും ഭഗവാനോട് ചെന്ന് അദ്ദേഹം ഒരിക്കലും എനിക്ക് ഇത് വേണം, എനിക്ക് എന്റെ കുടുംബത്തെ നോക്കണം, എന്റെ മക്കൾക്ക് വേണ്ട കുറച്ച് ഭക്ഷണം, അതായത് ഭഗവാൻ ഈ പറഞ്ഞ കുചേലൻ ചോദിച്ചാലും അതിൽ തെറ്റില്ല. കാരണം ഏറ്റവും മിനിമം നീഡ്സ് ആണ് അദ്ദേഹം ചോദിക്കുന്നത്. അത്യാർത്ഥിയോ അളവുക്ക് മീറിയത കാര്യങ്ങളോ ഒന്നുമല്ല ചോദിക്കുന്നത്. വളരെ മിനിമം, എന്റെ മക്കൾക്ക് വേണ്ട ഭക്ഷണം, ഒരു നേരത്തേക്കുള്ള ഭക്ഷണം എങ്കിലും, അല്ലെങ്കിൽ ഒന്ന് ഉടുപ്പും വസ്ത്രം മറയ്ക്കാനും ഇത് മാത്രമായിട്ടായിരിക്കും ചോദിക്കാം വേണമെങ്കിൽ. പക്ഷെ അപ്പോഴും അദ്ദേഹം ചോദിച്ചില്ല. കാരണം ഏറ്റവും മകന് രസമാലയത്തിൽ അദ്ദേഹം മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീമദ് ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭൂവി പാവുകാഹ. ഈ ശ്രീമദ് ഭാഗവതമാകുന്ന ഭഗവാനുമായിട്ടുള്ള അതീന്ദ്രിയ ലീലകളിൽ അദ്ദേഹം പൂർണ്ണമായി തൃപ്തനാണ്, പൂർണ്ണമായി ശാന്തനുമാണ്, പൂർണ്ണമായി മുന്നോട്ട് പോകുന്നതുമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേറെ ഒന്നിനെ കുറിച്ച് ചിന്തയില്ല. പക്ഷെ ഭഗവാൻ ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഭക്തിയെ മാനിച്ചുകൊണ്ട്, ഭക്തിക്ക് മാനം എന്ന് പറയുന്നതിലുപരി ഭക്തിയെ അംഗീകരിച്ചുകൊണ്ട്, അംഗീകാരം പോലുമല്ല, ആ ഭക്തിക്ക് തിരിച്ചു നൽകാൻ ഒന്നുമില്ലാതെ അദ്ദേഹത്തിന് ആക്ച്വലി കുറച്ച് ഭൗതികമായ ഒരു സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്താണ്. അത് ഒരിക്കലും കൃഷ്ണൻ പറയുന്നുണ്ട്, ഒരിടത്ത് പോലെ പല സ്ഥലത്തും കൃഷ്ണൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, അങ്ങ് തന്നതിന്റെ അത്രയും എനിക്ക് തിരിച്ചു തരാൻ പറ്റിയിട്ടില്ല. കുചേലനോട് പറഞ്ഞ സ്റ്റോറിയാണ്. അങ്ങ് എനിക്ക് തന്ന സമർപ്പണം എനിക്കൊന്നും തരാൻ പറ്റിയിട്ടില്ല, ഇതൊന്നും അങ്ങയെ തൃപ്തിപ്പെടുത്താൻ എന്നെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് കൃഷ്ണൻ പറയും. അപ്പൊ കൃഷ്ണന്റെ ഒരു അവസ്ഥ എവിടെയാണെന്ന് ആലോചിക്കും. ഭക്തന്മാരോട്, അല്ലെങ്കിൽ ആ ഭക്തിക്ക് ഭഗവാൻ കൊടുക്കുന്ന റെസ്പെക്ട്, അല്ലെങ്കിൽ ഭഗവാൻ കൊടുക്കുന്ന ഉപഹാരം, ഭഗവാൻ കൊടുക്കുന്ന അംഗീകാരം എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മളിവിടെ എല്ലാവരും നമുക്ക് അംഗീകാരവും നമുക്ക് ഒരു അറ്റൻഷനും ഒക്കെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഭഗവാൻ റെഡിയാണ് നമുക്ക് തരാനായിട്ട്. അറ്റൻഷൻ ആണോ എന്ത് വേണമോ അത് തരാൻ തയ്യാറാണ്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഭഗവാനെ ഒന്ന് ആത്മാർത്ഥമായിട്ട് ഉള്ളുരുകിക്കൊണ്ട് പൂർണ്ണ ഭക്തിയോടുകൂടി, പൂർണ്ണ സമർപ്പണത്തോടു കൂടി നമ്മൾ അദ്ദേഹത്തെ ആശ്രയിച്ചാൽ മാത്രം മതി. പക്ഷെ നമ്മൾ എത്രത്തോളം പൂർണ്ണമായി ആശ്രയിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അത് നമ്മൾ തന്നെ നമ്മളെ സ്വയം പരിശോധിക്കേണ്ട ഒരു ഘടകമാണ്. നോക്കാം. അപ്പോ നേരത്തെ പറഞ്ഞ ഇത് വെറും മിഥ്യയാണ്, ഇതിനകത്ത് ഒന്നും പ്രത്യേകിച്ചില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഈ ഭൗതിക ലോകം ശാശ്വതമല്ല. യഥാർത്ഥ ജലം മറ്റെവിടെയാണ്. അതുപോലെ പ്രത്യക്ഷ വിശ്വസൃഷ്ടി യഥാർത്ഥമായ അനുഭവവേദ്യമാകുന്നു എങ്കിലും വാസ്തവത്തിൽ ആത്മീയ ലോകത്തിന് ഇത് വായിച്ചു നമ്മൾ പറഞ്ഞതാണ്. അതിലും അല്ലാതെ ഭൗതിക ലോകത്തിലല്ല. ഭൗതിക ലോകത്ത് സർവ്വതും ആപേക്ഷിക സത്യമാകുന്നു. അതായത് ഭൗതിക ലോകത്തുള്ള ഈ സത്യങ്ങളെല്ലാം കുറച്ചു നാളത്തേക്കുള്ള ടെമ്പററി ട്രൂത്ത് എന്ന് വേണമെങ്കിൽ പറയാം. ശാശ്വതമായ സത്യങ്ങളല്ല. ഇതെല്ലാം കുറച്ചു നാളത്തേക്ക് സത്യമായിട്ട് തോന്നുന്നു, കുറച്ച് കഴിയുമ്പോൾ അത് മാറ്റം വരും. അതായത് പരസ്പരം ആശ്രയിച്ച് നിലനിൽക്കുന്നു. ഒരു സത്യം മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നത് പോലെ പറയാം. ഒരു സത്യം മറ്റൊന്നിനെ ആശ്രയിച്ചു. അതായത് നമ്മൾ ഒരു സത്യത്തെ വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നു, ഇപ്പൊ കുറച്ചുകൂടി ഭൗതിക യാഥാർത്ഥ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ മത്സരങ്ങള്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ നോക്കുമ്പോൾ ഇന്നൊരു ഏറ്റവും വലിയ പ്ലെയർ, അല്ലെങ്കിൽ ക്രിക്കറ്റോ ഫുട്ബോളോ എന്തെങ്കിലും, കുറച്ച് നാളത്തേക്ക് ഒരു വലിയ പ്ലെയർ, ഒരാള് ഒരു വലിയ പ്ലെയർ ആയിരിക്കും. കുറച്ച് നാളെ കഴിയുമ്പോൾ ആ സത്യം മാറും. ആ സത്യം വേറൊരു സത്യത്തെ ആശ്രയിച്ചിരിക്കും. അപ്പോഴത്തേക്കും ഇതിനെക്കാട്ടിലും ഉയർന്ന ഒരാൾ വരുമ്പോ ഈ സത്യം മാറിപ്പോകും. ഇങ്ങനെ ഭൗതിക ലോകത്തിൽ നമ്മൾ ഓരോന്നും എടുത്തു നോക്കുകയാണെങ്കിൽ അതെല്ലാം ഒന്നിനെ ആശ്രയിച്ചിരിക്കുന്നു. പക്ഷെ അത് ക്ഷണികവുമാണ്. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ സങ്കലന്റെ പരിണിത ഫലമാണ് ഈ വിശ്വസൃഷ്ടി. ഈ ഭൗതിക ലോകത്തെ നിർമ്മിച്ചിരിക്കുന്ന ത്രിഗുണങ്ങൾ കൊണ്ട്, സത്വരജസ് തമ, ഈ 3 ഗുണങ്ങളെ കൊണ്ടാണ് ഈ ഭൗതിക ലോകം സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ്. ആലോചിച്ച് നോക്കൂ. ഈ 3 ഗുണങ്ങളിൽ നിന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഭഗവാന്റെ അതീന്ദ്രിയതയെ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഈ ത്രിഗുണങ്ങളെ നമ്മൾ അതിജീവിച്ചാൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ യഥാർത്ഥമായ അന്തരംഗത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ശ്രീമദ് ഭാഗവത് പറയുന്നു, ഗീതയിൽ പറയുന്നു. എവിടെ വേണമെങ്കിലും നമുക്ക് നോക്കാം. ബ്രഹ്മാവ്, ഇന്ദ്രൻ, ചന്ദ്രൻ തുടങ്ങിയ ഉന്നത ദേവന്മാർ ഉൾപ്പെടെ അസംഖ്യം ജീവിവർഗങ്ങളിൽ ജന്മമെടുത്ത പതിതാത്മാക്കളുടെ സംഭ്രാന്ത മനസ്സുകളെ യാഥാർത്ഥ്യം എന്ന മിഥ്യയിൽ നിലനിർത്തത്തക്ക വിധമാണ് ഈ അസ്ഥിരമായ പ്രപഞ്ചം. ഈ ഭൗതിക ലോകം സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ നമുക്ക് ഇത് യാഥാർത്ഥ്യമാണ് എന്ന വിധത്തിൽ മനസ്സിലാകുന്ന വിധത്തിലാണ് ഇതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത്
ഈ ഭൗതിക ലോകത്തിൽ നടക്കുന്ന എല്ലാം സത്യമാണെന്ന് നമ്മൾ പലപ്പോഴും വിശ്വസിച്ചു പോകുന്ന വിധമാണ്. കാരണം പറഞ്ഞിരിക്കുന്ന ബ്രഹ്മാവിന്ദ്രൻ തുടങ്ങിയ ഉന്നത ദേവന്മാർ ഉൾപ്പെടെ അസഖ്യം ജീവിവർഗങ്ങളിൽ ജന്മമെടുത്ത പതിതാത്മാക്കളുടെ ഓരോ ജന്മം എടുക്കുന്നത് നമ്മൾ വിചാരിക്കുന്നു ഏറ്റവും ഗ്രേറ്റസ്റ്റ് തിങ്, എനിക്ക് ഇനിയും അടുത്ത ജന്മത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, ഈ ജന്മത്തിൽ വിട്ടാലും കുഴപ്പമില്ല, ഇനിയെങ്കിലും നല്ലൊരു ജന്മം കിട്ടാന്ന് വിചാരിക്കുന്നു. ഓരോ ജന്മം എടുക്കുന്നവരെല്ലാരും പതിതാത്മാക്കൾ എന്നാണ് പറയുന്നത്. നമ്മുടെ ഭംഗിയായിട്ട് പറയുന്നത് പതിതാത്മാക്കളുടെ സംഭ്രാന്ത മനസ്സുകളെ, നമ്മളുടെ ഡിസ്സാറ്റിസ്ഫൈഡ് മൈൻഡിന്റെ ഒരു പ്രോബ്ലമാണ് ഇതെല്ലാം. നമുക്ക് ഇത് കിട്ടിയാ പോരാ, അത് കിട്ടിയാ പോരാ, ഇന്നത് ചെയ്താൽ പോരാ. ഒരു കാര്യം ഡിവോട്ടീസ് ദയവായി നമ്മൾ മനസ്സിലാക്കണം, ഭഗവാൻ നമ്മളെ ഏത് സ്റ്റേജിലാണോ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അതാണ് ഏറ്റവും ബെസ്റ്റ് സ്റ്റേജ് എന്ന് അടിയുറച്ച് നമുക്ക് വിശ്വസിക്കാം. കാരണം ഈ ഒരു രംഗം ഇല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ നമുക്ക് തന്നിരിക്കുന്ന എല്ലാം വ്യക്തമായ കാരണങ്ങളും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ചിലപ്പോൾ കാണുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷെ അതെല്ലാം വ്യക്തമായ കാൽക്കുലേറ്റർ ഭഗവാന്റെ കയ്യിലുണ്ട്. ആ കാൽക്കുലേഷനിലാണ് നമുക്ക് ഇത് തന്നിരിക്കുന്നത്. പക്ഷെ ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് എത്രത്തോളം നമുക്ക് ഭഗവാനെ സേവിക്കാം എന്നുള്ളത് നമ്മളുടെ കയ്യിലാണ്. അത് വേണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാം. ഭഗവാനെ സേവിച്ച് നമ്മളുടെ ജീവിതത്തെ ആധ്യാത്മിക തലത്തിൽ ഉയർത്തണോ ഇല്ലേ കർമ്മങ്ങളുടെ അവസ്ഥയിൽ ഈ കർമ്മ പ്രതിഫലനങ്ങളുടെ പിന്നാലെ പോയി അതിന്റെ രീതിയിൽ പോകണം എന്ന് നമുക്ക് ആ ഫ്രീഡം നമ്മളുടെ കയ്യിലാണ്. നമുക്ക് നാമം ജപിക്കാം, ഇല്ലെങ്കിൽ ഭൗതിക കാര്യങ്ങളിൽ ഏർപ്പെടാം. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക്, അത് നമ്മളുടെ സ്വാതന്ത്ര്യമാണ്. നമുക്ക് നോക്കാം. അതായത് സ്പഷ്ടപ്രപഞ്ചത്തിൽ യാഥാർത്ഥ്യമായി യാതൊന്നുമില്ലെന്നുള്ളതാണ് വാസ്തവം. ഒരു ഭയങ്കര ലൈനാണ്. ഈ ഭൗതിക ലോകത്ത് ഒന്നും തന്നെ സത്യമല്ല എന്ന് ആദ്യം മനസ്സിലാക്കും. ആ മനസ്സിലാക്കൽ വരുമ്പോ തന്നെ നമ്മളുടെ ഈ ഓട്ടം ഒന്ന് കുറയും. നമ്മളുടെ ഈ പിടിച്ചടക്കാനും നേടാനുമുള്ള നമ്മളുടെ ത്വര സാന്നിധ്യമാണ്. ഇവിടെ ഒന്നും നേടുന്നത് ശാശ്വതമല്ല. അത് എന്ത് തന്നെ ആയാലും, അത് നമുക്ക് കിട്ടുന്ന അംഗീകാരങ്ങളോ ഈ പറഞ്ഞ കീർത്തിയോ അപകീർത്തികളോ ഇതൊന്നുമേ ശാശ്വതം. കുറച്ചു നാളത്തേക്ക് നമ്മളെ നല്ലത് പറയും, കുറച്ചു നാളേക്ക് നമ്മളെ ചീത്ത പറയും, വീണ്ടും കുറച്ചു നാൾ കഴിയുമ്പോ അവർക്ക് എന്നെ മാറ്റി പറയും. ഇതെല്ലാം ഭൗതിക ലോകത്തിന്റെ ത്രിഗുണങ്ങളുടെ സ്വഭാവം മാത്രമാണ്. ഇതിൽ നമ്മളെ പിടിപെട്ടു പോകരുത്. ത്രിഗുണങ്ങൾക്ക് മേലെയാണ് ഭഗവാന്റെ ആന്തരികമായ ആധ്യാത്മിക ശക്തി. അതിനെ നമ്മൾ മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുമ്പോൾ ഇതൊന്നും നമുക്ക് വലുതായിട്ട് തോന്നും. ഇവിടെ അംഗീകാരം കിട്ടുന്നോ ഇല്ലയോ ഇതൊന്നും നമുക്കൊരു വലിയ വിഷയമാകുന്നില്ല. നമ്മൾ എപ്പോഴാണ് ഭഗവാന് വേണ്ടി ഹയർ പർപ്പസിന് വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ചെറിയ ചെറിയ തടസ്സങ്ങളൊന്നും നമ്മളെ കുലുക്കുകയില്ല. കാരണം നമ്മളുടെ ലക്ഷ്യം ഭഗവാനെ മനസ്സിലാക്കി തിരിച്ചു പോകലാണെന്ന് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകത്ത് നമുക്ക് നല്ല കേൾക്കുന്നില്ല. ഹരേ കൃഷ്ണ. പ്രഭു കേൾക്കാൻ പറ്റുന്നില്ല. കൃത്രിമ യാഥാർത്ഥ്യം സ്ഥിതി ചെയ്യുകയാൽ ഭൗതിക ലോകം വാസ്തവികമായി കാണപ്പെടുന്നു. ആ ഭൗതിക ലോകത്തിലുള്ള യഥാർത്ഥമായ ആ ആത്മീയ ജീവിതം നമുക്ക് ഈ ഭൗതിക ലോകത്ത് കാണപ്പെടുമ്പോൾ അത് യാഥാർത്ഥ്യമാണ്. അതായത് ഈ ചെടിയുടെ പുറത്ത് നമ്മള് ഈ 15-ാം അധ്യായത്തിൽ തന്നെ ഇത് പറയുന്നുണ്ട്. എന്തായിരുന്നു ആ ശ്ലോകം? ഗീതയില്ല. അതിനകത്ത് പറയുന്നുണ്ട്, വേരൂനി തലകുത്തനെയുള്ള ചെടിയുടെ സ്റ്റോറി വിശദീകരണം തരുന്നുണ്ട്. അതുപോലെയാണ് നമ്മൾ ആ ചെടി വേരവിടെയാണ്, അതിന്റെ പ്രതിഫലനം ഇവിടെയാണ്. യഥാർത്ഥത്തിൽ അവിടെയാണ് നമ്മളുടെ യഥാർത്ഥമായ വാസസ്ഥലം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ഭൗതിക ലോകത്തല്ല എന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുക. കാരണം ഇത് പറയുന്നത് ശ്രീമദ് ഭാഗവതമാണ്. ഈ പറയുന്ന ഗ്രന്ഥകർത്താവ് ശ്രീ വ്യാസദേവനുമാണ്. ഇത് പറയുന്ന ആള് ശ്രീ ശുകദേവ് ഗോസ്വാമി. ഇവരെല്ലാരും ഏറ്റവും ഹയ്യസ്റ്റ് പെർഫെക്റ്റ് പേഴ്സണാലിറ്റീസ് ആണ്. അപ്പൊ അവർക്ക് ഒരിക്കലുമേ തെറ്റ് പറ്റുന്നതല്ല. അപ്പൊ അവരുടെ വാക്കുകൾ നമുക്ക് കണ്ണും അടച്ച് വിശ്വസിക്കാം. രണ്ടാമത്തെ ഒരു വായിച്ചിട്ട് സങ്കീർണമായ നിർമ്മാണത്തിൽ മുഖ്യ നിർമ്മാതാവ് എഞ്ചിനീയർ നേരിട്ട് ഏർപ്പെടുന്നില്ലെങ്കിലും തന്റെ നിർദ്ദേശത്താൽ നിർവഹിക്കപ്പെടുന്ന സർവ്വതിന്റെയും ഓരോ കോണിനെ കുറിച്ച് അറിവ് അദ്ദേഹത്തിനുണ്ട്. നിർമ്മാണത്തിന്റെ പ്രത്യക്ഷവും പരോക്ഷമായ സമസ്ത മേഖലകളെ കുറിച്ചുള്ള നല്ല ജ്ഞാനം അദ്ദേഹത്തിനുണ്ട്. അതേപോലെ വിശ്വപ്രപഞ്ചത്തിന്റെ പരമശ്രേഷ്ഠാവായ പരമജീവിത പുരുഷന് ദേവന്മാരായി നിർവഹിക്കപ്പെടുന്ന സമസ്ത സംഗതികളുടെയും അപ്രധാന കാര്യങ്ങളെ കുറിച്ച് പോലും പൂർണ്ണ ജ്ഞാനമുണ്ട്. ഈ
ഭൗതിക സൃഷ്ടി ബ്രഹ്മാവ് മുതൽ നിസ്സാരനായ ഉറുമ്പ് വരെ ആരും തന്നെ സ്വതന്ത്രരല്ല. ഭഗവത് കരങ്ങൾ എവിടെയും ദർശിക്കാം. സർവ ഭൗതിക വസ്തുക്കളിലും ആത്മീയ സ്ഫുലിംഗങ്ങളിൽ ഭഗവാനിൽ നിന്ന് മാത്രം ഉദ്ഭവിക്കുന്നു. ഈ ഭൗതിക ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ടതൊക്കെയും അത് എന്ത് തന്നെയായാലും നിരുപേക്ഷ സത്യവും പരമപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ഇരു ശക്തികളായ ഭൗതിക ആത്മീയ ശക്തികളുടെ പരസ്പരം പ്രവർത്തന ഫലമാണ്. പരീക്ഷണശാലയിൽ ഹൈഡ്രജനെയും ഓക്സിജനെയും സംയോജിപ്പിച്ച് രാസപ്രവർത്തനം മുഖേന ജലം നിർമ്മിക്കാൻ രസതന്ത്രത്തിന് കഴിയും. എന്നാൽ നിർദ്ദേശം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. പ്രവർത്തിക്കുന്നത് മാത്രമല്ല, അയാൾ രാസപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന രാസദ്രവ്യങ്ങൾ നൽകിയതും ഭഗവാനാണ്. പ്രത്യക്ഷവും പരോക്ഷമായ സർവ്വതിനെയും കുറിച്ച് അദ്ദേഹത്തിന് ജ്ഞാനമുണ്ടെന്ന് മാത്രമല്ല, സർവ സൂക്ഷ്മ വിശദാംശങ്ങളെ കുറിച്ചും പൂർണ്ണാഭിജ്ഞനും സർവസ്വതന്ത്രമാണ് ഭഗവാൻ. സ്വർണ്ണകരിയോട് ഉപമിച്ചാൽ വിഷ്ണു സൃഷ്ടിയെ സ്വർണത്തിൽ നിന്ന് വിവിധ വ്യത്യസ്തങ്ങളായ മോതിരം, മാല എന്നിവയുടെ താരതമ്യപ്പെടുത്താം. ഹരേ കൃഷ്ണ. ആരുടെയാണെന്ന് നോക്കിയിട്ട് ഗാലക്സി എന്നാണ് കാണിക്കുന്നത്. M1 കോർ എന്ന് പറയുന്നത് ആരാണെന്ന് സ്വർണ്ണഖനിയും സ്വർണ്ണഹാരവും ഒക്കെ ഗുണപരമായ സ്വർണവുമായി ഭിന്നമല്ലെങ്കിലും പരിണാമത്തിൽ ഭിന്നമാണ്. ആകയാൽ നിരുപേക്ഷ സത്യം ഒരേ സമയം ഏകവും വിഭിന്നവുമാകും. നിരുപേക്ഷ സത്യത്തിന് സമതുലിതമായി യാതൊന്നും ഇല്ല. അതേസമയം നിരുപേക്ഷ സത്യത്തിൽ നിന്ന് സ്വതന്ത്രമായി യാതൊന്നും തന്നെയില്ല. അപ്പോ ഈ ഒരു ശ്ലോകത്തിൽ കുറച്ചുകൂടി വളരെ വിശദമായിട്ട് ഈ ഭാവാർത്ഥത്തിൽ പറയുന്നത് ഒന്നേ ഉള്ളൂ. എഞ്ചിനീയർ നമ്മളൊരു വീട് വെക്കുന്നു, കെട്ടിടം നിർമ്മിക്കുമ്പോൾ എഞ്ചിനീയർ പലപ്പോഴും ആ രംഗത്ത് വരാറില്ല. പക്ഷെ ആ എഞ്ചിനീയറിന് എല്ലാ കാര്യങ്ങളെ കുറിച്ച് അറിയാം. ആ വീടിന്റെ സർവ്വ കോണും സർവ്വ മൂലയും സർവ്വ ദിക്കും എല്ലാം അദ്ദേഹത്തിന് സ്പഷ്ടമായിട്ട് അറിയാം. കാരണം അത് സൃഷ്ടിച്ചിരിക്കുന്നത്, ഇല്ലെങ്കിൽ അതിന്റെ ഒരു മേക്ക് അദ്ദേഹം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ വിശ്വസൃഷ്ടിയുടെ കംപ്ലീറ്റ് ക്രിയേഷന്റെയും ഈ പറഞ്ഞ പോലെ അതിന്റെ മെയിൻ്റനൻസും അതിന്റെ അനിഹിലേഷനും ഇതെല്ലാം തന്നെ ഭഗവാനാണ് ബിഹൈൻഡ് ദ സ്ക്രീൻ. എഞ്ചിനീയർ പോലെ അദ്ദേഹം പിക്ചറിൽ വരണം എന്നില്ല. അദ്ദേഹത്തിന്റെ സെർവൻസ് ആയ ദേവന്മാർ ഇതെല്ലാം നിർവഹിക്കുന്നത് കണ്ടുകൊണ്ട് അദ്ദേഹം ഇരിക്കുന്നെന്ന് മാത്രം. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ അതിനകത്ത് എടുത്തു പറയുന്നുണ്ട്. നല്ല അത് എന്ത് തന്നെ ആയാലും, അഭൗതികമായാലും ശരി, ജീവനുള്ളതായാലും ശരി, ജീവനില്ലാതായാലും ശരി, ഇതെല്ലാം ഭഗവാന് സ്പഷ്ടമായിട്ട് അറിയാം, എവിടെ എന്ത് ഏതെന്ന്. അതുപോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഭൗതിക പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും കൂടി കലർത്തി നമുക്ക് ജലം നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. ജലം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. പക്ഷേ ആ ജലം സൃഷ്ടിക്കാനുള്ള ഇന്റലിജൻസ് ഇല്ലെങ്കിൽ അതിനുള്ള ദ്രവ്യവും നൽകിയിരിക്കുന്നത് പ്രകൃതിയിൽ നിന്നാണ്. ആ പ്രകൃതി തന്നെ ഭഗവാന്റെ തന്നെയാണ്. ആ ഭഗവാന്റെ പ്രകൃതിയെ നമ്മൾ മനസ്സിലാക്കി ഉപയോഗിക്കുമ്പോൾ അതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റും ഗോസ് ടു അതിന്റെ എഞ്ചിനീയർ ആണ്. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. ഭഗവാന്റെ വിശ്വശക്തി ഇല്ലെങ്കിൽ വിശ്വമായ ഭഗവാന്റെ ആ പ്രപഞ്ചത്തിന്റെ ഡെപ്തിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് നമ്മളുടെ വീട്ടിലെ കാര്യത്തെ കുറിച്ച് പോലും വലിയ ഗ്രാഹ്യമില്ല. ഭഗവാൻ സർവത്തിന്റെയും, അതായത് നമ്മൾ കാണുന്ന മനുഷ്യവർഗം മാത്രമല്ല, 84 ലക്ഷം സ്പീഷീസിന്റെയും നേതാവാണ്. നമ്മളെ മാത്രമല്ല അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നമ്മളുടെ കംപ്ലീറ്റ് എൻറ്റയർ എനർജി അല്ലെങ്കിൽ കോസ്മിക് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ കോസ്മിക് വേൾഡ്, ഇതിനെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് അദ്ദേഹമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് നമുക്ക് അത്ര ഇതെങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ സംശയങ്ങളും വിശ്വസിക്കാൻ തന്നെ പറ്റാത്ത അത്രയും വലുതാണ് അദ്ദേഹത്തിന്റെ ശക്തിയും അദ്ദേഹത്തിന്റെ ഒരു ഗ്രേറ്റ്നെസ്സും അദ്ദേഹത്തിന്റെ വിശ്വത്വവും എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ തന്നെ അതിനെ മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെ? ഈ പ്രപഞ്ചമല്ല സത്യം എന്നുള്ളത് നമുക്ക് എപ്പോ വേണമെങ്കിലും നമ്മളുടെ ഈ ഭൗതിക ലോകത്തെ ഓരോ മാറ്റങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയാൽ മനസ്സിലാവും. കാരണം ഒന്നും തന്നെ സ്ഥിരമായിട്ടില്ല, നമ്മൾ ഒന്നിനും സാറ്റിസ്ഫൈഡും അല്ല. അപ്പൊ അതിനർത്ഥം എന്താ? ഇതിനെ കുറിച്ചാണ് ശാസ്ത്രത്തിൽ ഭംഗിയായിട്ട് പറയുന്നത്. നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ഒരിക്കലും തൃപ്തരാകുകയില്ല. ഒന്ന് കിട്ടിയാൽ ശതം, ശതം കിട്ടിയാൽ സഹസ്രം എന്ന് പൂന്താനം തിരുമേനി പറഞ്ഞതുപോലെ നമുക്ക് എത്ര കിട്ടിയാലും മതിയാവുന്നില്ല. കാരണം എന്തുകൊണ്ടാ? നമ്മൾ ആരും യഥാർത്ഥമായ ആനന്ദവുമായിട്ട് ബന്ധിക്കുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പോകുന്നത്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് നമ്മളുടെ റിയൽ സാറ്റിസ്ഫാക്ഷൻ,
കിട്ടാൻ നമ്മൾ റിയലായ നമ്മളുടെ യഥാർത്ഥമായ നേതാവ് അല്ലെങ്കിൽ യഥാർത്ഥമായ നമ്മളുടെ ഫാദർ അച്ഛനെ നമ്മൾ സമീപിക്കേണ്ടിയിരിക്കുന്നു. ദാറ്റ് ഈസ് അവർ കൃഷ്ണ. ആ കൃഷ്ണനെ ശ്രീമദ് ഭാഗവതം വളരെ മനോഹരമായിട്ട് ഒരു കളങ്കവും ഇല്ലാതെ ഏറ്റവും ഹയസ്റ്റ് പെർഫെക്ഷൻ ആയ നോളജ് നമുക്ക് മുന്നിൽ വന്നു. ആ നോളജിനെ നമ്മൾ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ഡെയിലി വിട്ടു പോകാതെ നമ്മൾ പരിശ്രമിക്കാൻ, ആ ഭക്തി, ആ ഭഗവാനോടുള്ള ഇഷ്ടം, ആ പ്യൂരിറ്റി നമ്മളുടെ ഉള്ളിലും വന്നു ചേരും. അത് വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ ലോകത്തിൽ ഒന്നും നമ്മളെ അഫക്ട് ചെയ്യില്ല. പൂർണ്ണമായിട്ടും തിരിച്ച് ഭഗവാനിലേക്ക് പോകാൻ നമുക്ക് സാധിക്കുമെന്ന് പറയുന്നത്. ഇതിന്റെ കൂടെ തന്നെ ഒരു സ്റ്റോറി, ഒരു പ്രഭുപാദിന്റെ കോട്ട് ഞാൻ ഡെയിലി എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ പറയാൻ വെച്ചു. ആക്ച്വലി ആ സ്റ്റോറി വരുന്നത് ഓക്ലാൻഡ് അല്ല, വേറൊരു കൺട്രിയിലാണ്. അവിടെ ശ്രീല പ്രഭുപാദർ ഇനിഷ്യേഷന് വേണ്ടി തയ്യാറായിരിക്കുകയാണ്. ഇനിഷ്യേഷൻ കൊടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോ അതിന്റെ ഇടയിൽ അവരവിടുന്ന് ഭക്തജനങ്ങൾ അദ്ദേഹത്തിന് അതിന്റെ ഹെഡിങ് തന്നെ ബെസ്റ്റ് പൂരി എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ ഹെഡിങ് തന്നെ. അങ്ങനെ ബെസ്റ്റ് പൂരി ഒരു പ്രഭുപാദർക്ക് ഇവർ കൊണ്ട് പൂരി ഉണ്ടാക്കിയിട്ട് കൊണ്ട് കൊടുക്കും കഴിക്കാനായിട്ട്. പ്രഭുപാദ് അതിങ്ങനെ എടുത്ത് വളരെ ശ്രദ്ധയോടെ നോക്കിയിട്ട് അതിനെടുത്ത് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കും, ഒന്ന് മണപ്പിച്ച് നോക്കിയിട്ട് അത് ഒന്ന് കൈകൊണ്ട് കിള്ളി കഴിക്കും. എന്നിട്ട് ചോദിക്കും, ഇത് ആരാണ് തയ്യാറാക്കിയത്? അപ്പൊ അവിടുത്തെ ഉണ്ടായിരുന്ന ഭക്തന്മാർ ഓടി വന്ന് നമ്മളെ കിച്ചണിൽ അടുക്കളയിൽ വന്നിട്ട് നോക്കുമ്പോൾ കൂർമദാസ് എന്ന് പറയും. അത് വളരെ ഫേമസ് ഡിവോട്ടിയാണ്. അദ്ദേഹത്തിന് ഒരുപാട് കുക്കിങ്ങുമായി ബന്ധപ്പെട്ട ബുക്സുകളെല്ലാം കൊണ്ട് പുസ്തകശാലകളിലുണ്ട്, നമുക്ക് നോക്കിയെടുക്കാം. ആ കൂർമദാസിനെ കൊണ്ടുവന്നിട്ട് ഇദ്ദേഹത്തിന് മുന്നിൽ വരും ശിലപ്രഭുപാദ്. അപ്പൊ ശിലപ്രഭുപാദ് പറയും, വളരെ സന്തോഷമായി, നീ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പാലിക്കുന്നു എന്ന് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. ഇത്രേ പറയുള്ളൂ. യു ആർ ജസ്റ്റ് ഫോളോയിങ് മൈ ഓർഡർ. സോ നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. നമ്മളുടെ ഗുരുക്കന്മാർ നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം വ്യഥായല്ല. നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ മതി, അവർ താനേ ആ കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചുകൊള്ളും. അവരെവിടെ ഇരുന്നാലും ആ ഒരു പൂരിയിൽ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം എത്രത്തോളം ആ ശീലപ്രഭുപാദർ അദ്ദേഹത്തിന് നൽകിയ ഉപദേശങ്ങളെ പാലിക്കുന്നു എന്ന് അദ്ദേഹം ശീലപ്രഭുപാദർ അതിലൂടെ മനസ്സിലാക്കി. ചെറിയ സ്റ്റോറിയാണ്, പക്ഷെ മെസ്സേജ് ഒരുപാടുണ്ട്. നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഈ സ്റ്റോറി വേണമെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും ഗ്രൂപ്പിൽ, അത്രത്തോളം ഓതന്റിക് ആയിട്ട് നമ്മളതിൽ ഉണ്ട് ഡേറ്റാസ്. അപ്പൊ ധൈര്യമായിട്ട് നമ്മളുടെ ഓരോ ഇൻസ്ട്രക്ഷൻസ്, അത് ചെറുതായാലും വലുതായാലും, ഒരിക്കലും നമ്മൾ അതിനെ കുറച്ച് കാണരുത്, വില കുറച്ച് കാണരുത്. നമ്മൾ എന്ത് കൃഷ്ണ സേവനത്തിനുള്ള മഹത്വമേ അതാണ്. നമ്മൾ എന്ത് ചെയ്താൽ അത് കൃഷ്ണനും പരമ്പരയും ഗുരുവും നമ്മളെ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൽ ലവ്, അതിനകത്ത് ഇഷ്ടമുണ്ടാകും. ആ കാര്യം കൃഷ്ണൻ അംഗീകരിക്കും, അല്ലെങ്കിൽ കൃഷ്ണൻ സ്വീകരിക്കും ഭക്തന്റെ കൃപയാൽ. അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അത് ചെറുതോ വലുതോ, പക്ഷെ അതിനെ ശ്രദ്ധയോടെ ഇഷ്ടത്തോടെ, അതാണ് കൃഷ്ണൻ ഗീതയിൽ പറയുന്നത്. എന്തായിരുന്നു 10ാം അധ്യായത്തിൽ പറയുന്ന ശ്ലോകം? ചതുശ്ലോകി എന്തുവരാ മാമുപേത്യ ഭക്തിയാ പ്രയസ്, അദ്ദേഹം ഭക്തിയാ പ്രയസ്, ഭക്തിയോടെ സമർപ്പിച്ചു. അപ്പൊ ശീലപ്രഭുപാദർ ഭയങ്കരമായിട്ട് പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഈ ആ സെറമണി നടക്കും വരെ ഡെയിലി ഈ ബെസ്റ്റ് പൂരി കഴിക്കുമായിരുന്നു. हरे कृष्णा. श्रील प्रभुपाद की जय. ग्रंथराज श्रीमद भागवतम की जय. भगवद गीता की जय. अनंत कोടി വൈഷ്ണവ വൃന്ദ की जय. എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ പോയിന്റ്സ് ഉണ്ടെങ്കിൽ ദയവായി ചെയ്യാം. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, എന്നാൽ കഴിയുന്ന വിധത്തിൽ വായിച്ച് റിപ്പീറ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ഭക്തന്മാർ വിശദീകരിക്കും, ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ അത്രത്തോളം ഒന്നും പറഞ്ഞിട്ടില്ല, ക്ഷമിക്കണം. ഹരേ കൃഷ്ണ. Thank you, Badam Prabhu. Thank you for the wonderful class. Thank you. Hare Krishna. Hare Krishna. ഹരേ കൃഷ്ണ. അപ്പൊ വേറെ ആർക്കും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് വേണമെങ്കിൽ സെഷൻ ക്ലോസ് ചെയ്യാം. ഇപ്പൊ ഓൾട്ടർ ക്ലോസ്ഡ് ആണ്, ഭോഗയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നു, അതുകൊണ്ട് ദർശനം സാധ്യമല്ല. ശരി brother. ഹരേ കൃഷ്ണ. താങ്ക് യു brother. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും വിനീതമായ അക്ഷയ തൃതീയ ആശംസകൾ. ഒരു കാര്യം കൂടി, ഇന്നു മുതൽ ചന്ദൻ യാത്ര തുടങ്ങുകയാണ്. കൃഷ്ണ ബലരാമന്
പരിശുദ്ധമായ ചന്ദനം കൊണ്ട് അദ്ദേഹത്തിന് ഇന്ന് ദേഹം മുഴുക്കെ ആലോപനം ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും അടുത്ത ഫേസ്ബുക്ക് നോക്കാം, പോകാൻ പറ്റുന്നവർക്ക് നേരിട്ട് പോയി ദർശനം എടുക്കാം. ഇവിടെയും ദർശനം ഇതാ തുറന്നു. ഭഗവാൻ വളരെ കൃപാലുവാണ്, നമുക്ക് വേണ്ടി തുറന്നായിരിക്കുന്നു പ്രഭു. ഹരേ കൃഷ്ണ. ഒരു നിമിഷം വെയിറ്റ് ചെയ്താൽ ദർശനം എടുക്കാം. जय श्री श्री जगन्नाथ बलदेव सुभद्रा महारानी की। सिंहदेव भगवान की जय, पंचतत्व की जय, षडगोस्वामी प्रभु की जय, गुरु परंपरा की जय, തുളസി മഹാറാണി की जय. ഇതിന്റെ എല്ലാം അദ്ദേഹമാണ് ഇന്നത്തെ സേവകൻ. അദ്ദേഹത്തിനും സ്തുതി, സേവനത്തിനും നിശീല പ്രഭുപാരുടെ ദർശനം. ഹരേ കൃഷ്ണ പ്രഭു, താങ്ക് യു. എല്ലാവരും ദർശനം എടുത്തു. ലോങ് സൈഡിലൂടെ എല്ലാവരും വന്നു ചേർന്നതിന് ഒരുപാട് നന്ദി പറയുന്നു. ഹരേ കൃഷ്ണ. ദണ്ഡവത് പ്രണാം പ്രഭു.